ഇതുവരെയുള്ളതെല്ലാം മറന്ന് കേരള ജനത 2 അക്ക സീറ്റ് നൽകി പുരുഷുവിനെ അനുഗ്രഹിക്കണമെന്നാണ് തിരുവനന്തപുരത്തെ BJP യോഗത്തിൽ നരേന്ദ്രമോദി പറഞ്ഞത്. ആ പ്രസംഗത്തിന് പിന്നാലെ പുറത്തു വന്ന ഒരു ദേശീയ സംഘി ചാനലിൻ്റെ സർവേയിൽ കേരളത്തിൽ BJPക്ക് കിട്ടാൻ പോകുന്ന 2 അക്കം ഏതാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അറിയപ്പെടുന്ന BJP അനുകൂല ചാനലായ സി ന്യൂസ് മാട്രൈസുമായി ചേർന്ന് നടത്തിയ ലോക്സഭാ ഒപ്പീനിയൻ പോൾ, അതിൽ കേരളത്തിൽ BJPക്ക് കിട്ടാൻ പോകുന്ന ആ 2 അക്കം 2-0 എന്നവർ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി കാണിക്കുന്നുണ്ട്. കേരളത്തിൽ വെറും 16% വോട്ടുമായി BJPക്ക് ഇത്തവണയും അക്കൗണ്ട് തുറക്കാനാകില്ല എന്ന് ആ സർവേ വ്യക്തമാക്കുകയാണ്. കേരളത്തിൽ UDFനാണോ LDFനാണോ കൂടുതൽ സീറ്റുകൾ കിട്ടുക എന്നൊന്നും അവർ ആ സർവേയിൽ പറയുന്നില്ല. UDFും LDFും കൂടി ചേർന്ന ഇന്ത്യ മുന്നണി 20 സീറ്റുകളും ജയിക്കുമെന്നാണ് പറയുന്നത്. BJPക്ക് കേരളത്തിൽ 2-0, മോദിയുടെ ആഗ്രഹം പോലെ 2 അക്കം 2-0, അത് സാധ്യമാകും എന്ന് പറയുന്ന ഈ സർവേ പ്രാധാന്യമർഹിക്കുന്നത് വേറൊരു കാരണത്താലാണ്. നരേന്ദ്രമോദി നാടൊട്ടുക്ക് ഇപ്പോൾ പാടി നടക്കുന്നത് BJPക്ക് 370, NDAക്ക് 400. ആ സ്വപ്നം സഫലമാക്കുന്നതിന് വേണ്ടി സർവേ നടത്തി നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഗോദി മീഡിയ അത്തരത്തിലൊരു സർവേയാണ് സി ന്യൂസ് നടത്തിയത്. എല്ലാ സംസ്ഥാനങ്ങളിലും BJPക്ക് വാരിക്കോരി സീറ്റ് നൽകുകയാണ്. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും BJPക്ക് വാരിക്കോരി സീറ്റ് നൽകുന്ന ഒരു സർവേയിൽ പോലും കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ മോദിയുടെ ആ 2 അക്കമെന്ന ആഗ്രഹം 2-0 തന്നെ അവശേഷിക്കും എന്ന് ഉറപ്പാവുകയാണ്. തമിഴ്നാട്ടിൽ പോലും ഒരു സീറ്റ് BJP നേടുമെന്നാണ് ഈ സി ന്യൂസിൻ്റെ സർവേ പറയുന്നത്. കർണാടകയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിലും 23 സീറ്റിൽ ജയിക്കുമത്രേ. തെലങ്കാനയിൽ 5 സീറ്റുകൾ വരെ നേടുമെന്നാണ് പറയുന്നത്. മഹാരാഷ്ട്രയിലെ 48-ൽ 45 സീറ്റിലും ജയിക്കുമെന്നാണ് പറയുന്നത്. ബീഹാറിലെ 40 സീറ്റിൽ 37 സീറ്റിലും ജയിക്കുമെന്നാണ്. ഉത്തർപ്രദേശിൽ 78 സീറ്റിൽ ജയിക്കുമെന്നാണ്. പഞ്ചാബിൽ 5 സീറ്റുകൾ വരെ BJP നേടുമെന്നാണ് പറയുന്നത്. ഒഡീഷയിൽ ആകെയുള്ള 20-ൽ 13 സീറ്റ് നേടുമെന്നാണ്. പശ്ചിമ ബംഗാളിൽ 18 സീറ്റ് നേടുമെന്നാണ് പറയുന്നത്. അതായത് BJPക്ക് എങ്ങനെയൊക്കെ സീറ്റുകൾ ദാനം നൽകി 370 എത്തിക്കാം എന്നുള്ള പരിശ്രമമായിരുന്നു ആ സർവേ നടത്തിയത്. അവർ ഏറ്റവും അവസാനം അവരുടെ കണക്ക് കൂട്ടലിൽ 377 കൊണ്ടുവന്നെത്തിച്ചു. എന്ന് പറഞ്ഞാൽ ബാക്കിയിടത്തൊന്നും ആരും മത്സരിക്കാനില്ല എന്നുള്ള രീതിയിൽ. കർണാടകയിലൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 23 സീറ്റ് കിട്ടുമെന്ന് പറയുന്നവന്മാരെ ആളുകൾ ഓടിച്ചിട്ടടിക്കും. ശരിക്കും കേരളത്തിൻ്റെ സാഹചര്യം നോക്കൂ. ഇവിടെ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞു എന്നാണ് BJPക്കാർ പറയുന്നത്. തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി ആരെന്ന് ഇപ്പോഴും അറിയില്ലെങ്കിലും ആര് വന്നാലും ജയിക്കുമെന്നാണ് പറയുന്നത്. ആറ്റിങ്ങലിലാണെങ്കിൽ V മുരളീധരൻ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുമെന്നാണ് BJPക്കാർ പാടി നടക്കുന്നത്. BJPക്ക് തലയും കുത്തി നിന്നാലും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കില്ല എന്ന് ഒരു BJP അനുകൂല ദേശീയ ചാനൽ, അതും BJPക്ക് വാരിക്കോരി ബാക്കി സംസ്ഥാനങ്ങളിൽ സീറ്റ് നൽകുന്ന ചാനലിൻ്റെ സർവേയും പറയുമ്പോൾ അത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ആ സർവേയിൽ പങ്കെടുത്ത വിദഗ്ധരും അതിലെ അവതാരകരും ഒക്കെ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ട് BJP പ്രയോഗിക്കുന്ന ഹിന്ദുത്വ വിലപ്പോകുന്നില്ല എന്നുള്ള കാര്യം. കേരള ജനതയുടെ കൃത്യമായ മതേതര സങ്കല്പങ്ങൾ, കേരള ജനതയുടെ ഉന്നത വിദ്യാഭ്യാസ നിലവാരം, അതൊക്കെ BJPക്ക് ഇപ്പോഴും ഒരു വിലങ്ങുതടിയായി നിൽക്കുന്നു എന്ന ചർച്ചയിൽ പങ്കെടുത്ത് BJP പ്രതിനിധി അടക്കമുള്ളവർക്ക് സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. ശരിക്കും കേരളം ആ നിലയ്ക്ക് ഈ സർവേ ഫലത്തിൽ ഒരു വഴികാട്ടിയാവുകയാണ്. മോദി 2 അക്കമൊക്കെ സ്വപ്നം കാണുമ്പോഴും ഒരു സീറ്റെങ്കിലും എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി എന്ന ആഗ്രഹത്തിൽ നടക്കുന്ന കേരളത്തിലെ BJPക്കാർ സുരയ്ക്കൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ച് കിട്ടിയാൽ തങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ള നിലയിലാണ്. കാരണം BJPക്കാരുടെ ആ പണം, കേന്ദ്രത്തിൽ നിന്നുള്ള പണം ഇങ്ങോട്ട് വരണമെങ്കിൽ ഒരു സീറ്റെങ്കിലും ജയിക്കണ്ടേ? എപ്പോഴും ഇങ്ങനെ പൂജ്യന്മാരായി ഇരുന്നാൽ മതിയോ? അങ്ങനെ ഒരു സീറ്റെങ്കിലും ജയിച്ചാൽ മതി എന്നുള്ള ആഗ്രഹത്തിലിരിക്കുമ്പോൾ BJPക്ക് തമിഴ്നാട്ടിൽ വരെ ഒരു സീറ്റ് നൽകിയ സി ന്യൂസിൻ്റെ സർവേ കേരളത്തിൽ അവർക്ക് സീറ്റ് നൽകുന്നില്ല. വോട്ട് ശതമാനം പോലും കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് കൂടുന്നില്ല. കഴിഞ്ഞ തവണ NDA നേടിയത് 15.64%. ഇപ്പോൾ അവർ പറയുന്നത്, റൗണ്ട് ചെയ്ത് പറയുന്നത് 16% വോട്ടെന്നാണ്. അതിലെന്ത് വ്യത്യാസം ഇരിക്കുന്നു? അപ്പോൾ കഴിഞ്ഞ തവണ നേടിയ വോട്ട് മാത്രമേ നേടാനാകൂ, 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നർത്ഥം. അത്രമേൽ ഗതികെട്ട അവസ്ഥയിലാണ് കേരളത്തിലെ BJP എന്ന്. ഇപ്പോൾ കർണാടകയിൽ
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലും ബി ജെ പിക്ക് 23 സീറ്റ് കിട്ടുമെന്ന് പറയുന്ന സർവേ, തെലങ്കാനയിൽ 5 സീറ്റ് കിട്ടുമെന്ന് പറയുന്ന സർവേ, തമിഴ്നാട്ടിൽ 1 സീറ്റ് AIDMK ഇല്ലാതെയും 1 സീറ്റ് ജയിക്കുമെന്ന് പറയുന്ന സർവേ, ആ സർവേ കേരളത്തിൽ ബി ജെ പിക്ക് 1 സീറ്റ് കിട്ടുമെന്ന് പറയാത്തത് എന്തുകൊണ്ട്? അതാണ് കേരള ബി ജെ പിക്കാർ തിരിച്ചറിയേണ്ടത്. ഈ മണ്ണിൽ ബി ജെ പിയുടെ വേല വിലപ്പോകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. നരേന്ദ്രമോദി ഇനി എത്ര സ്വപ്നം കണ്ടാലും എത്ര ഗ്യാരണ്ടിയെക്കുറിച്ച് പറഞ്ഞാലും മോദിയുടെ പഴയ ഗ്യാരണ്ടികളൊക്കെ എവിടെ പോയി എന്നുള്ള ചോദ്യം ചോദിക്കാൻ കഴിവുള്ള കേരള ജനത ഒരു സുരേഷ് ഗോപിയെയും ഒരു രാജീവ് ചന്ദ്രശേഖരനെയും ഇനി ശോഭന തന്നെ വന്നു നിന്നാലും ജയിപ്പിക്കാൻ പോകുന്നില്ല. ആ പച്ച പരമാർത്ഥമാണ് സി ന്യൂസ് മാട്രൈസ് സർവേക്കും പറയേണ്ടി വരുന്നത്. എന്തിനാണ് ബി ജെ പിക്കാർ ഇങ്ങനെ മനക്കോട്ട കെട്ടുന്നത് എന്നറിയില്ല. ജയിക്കില്ല എന്ന് പറഞ്ഞാൽ ജയിക്കില്ല തന്നെ. അത് ഈ സി ന്യൂസിൻ്റെ സർവേ മാത്രമല്ല, ഇതിനു മുമ്പ് വന്നിട്ടുള്ള സർവേകളൊക്കെയും ബി ജെ പിക്ക് 300 സീറ്റ് പ്രവചിച്ച സർവേകളുണ്ടായിരുന്നു, അവർക്ക് 350 സീറ്റ് പ്രവചിച്ച സർവേകളുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ മറ്റൊരു സർവേ 325 സീറ്റുമായി വന്നു. ഈ സർവേകളിലെല്ലാം കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനാകില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഒരാൾ പോലും, ഒരു സർവേ പോലും ബി ജെ പിയുടെ 1 സീറ്റെങ്കിലും നേടുമെന്ന് പ്രവചിച്ചിട്ടില്ല. 16% അധികം വോട്ട് ഷെയറും ഒരു സർവേയും പ്രവചിച്ചിട്ടില്ല. ഇപ്പം കർണാടകയിൽ 25 സീറ്റ് വരെയൊക്കെ ബി ജെ പിക്ക് നേടാൻ സാധിക്കും എന്ന് പറയുന്നത് അവിടെ ബി ജെ പിക്ക് ഉള്ള വേരോട്ടത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. പക്ഷേ അപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയമേറ്റ ബി ജെ പിക്ക് അവിടെ നിന്ന് ഒരു തിരിച്ചുവരവും JDS കൂടി കൂടെ കൂട്ടിയിട്ടും സാധ്യമായിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള കർണാടകയുടെ രാഷ്ട്രീയ ചിത്രം തെളിയിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അവിടെ ബംഗളൂരു നഗരത്തിലെ അധ്യാപക മണ്ഡലത്തിൽ നടന്ന MLC തെരഞ്ഞെടുപ്പിൽ BJP JDS സ്ഥാനാർത്ഥിക്കേറ്റ ദയനീയ പരാജയം കൂടി നാം കാണണം. ആ ദയനീയ പരാജയം അവിടുത്തെ ഉദ്യോഗസ്ഥ തലത്തിൽ പോലും, ഈ അധ്യാപകരെന്നൊക്കെ പറയുന്നത് സാമാന്യമായി ചിന്തിക്കുന്ന ആളുകളാണല്ലോ, അത്തരക്കാരാണ് മോദിയോടൊപ്പം നിൽക്കുന്നത് എന്നാണ് ഇവർ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകളുടെ വോട്ടെടുപ്പിൽ പോലും BJP JDS സംയുക്ത സ്ഥാനാർത്ഥിക്ക് പരാജയപ്പെടേണ്ടി വരുന്നു. ഇപ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലടക്കം കുതിരക്കച്ചവടത്തിനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുന്നു. കർണാടകയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നടക്കില്ല. എങ്കിലും അങ്ങനെ വാരിക്കോരി കൊടുത്ത ഒരു സർവേ പോലും, 23 സീറ്റ് വരെ ബി ജെ പി നേടുമെന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറയുന്ന ആ സർവേ പോലും കേരളത്തിൽ ബി ജെ പിക്ക് രക്ഷപ്പെടാനാകില്ലെന്നും 16%-അപ്പുറത്തേക്ക് വോട്ടുയർത്താൻ കഴിയില്ല എന്നും പറയുമ്പോൾ ഈ സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും സുരേന്ദ്രനും V മുരളീധരനും ഒക്കെ എന്തിനാണാവോ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നത് എന്നുള്ളത് മാത്രമാണ് സംശയം.